ഹായ്, നമുക്കിന്നൊരു കൊഴുക്കട്ട ഉണ്ടാക്കിയത് ചിലപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അറിയില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കെ. നമുക്കിതിന് വേണ്ടത് വലിയുള്ളി, ചെറിയുള്ളി, പച്ചമുളകാണ്. കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഈ ഉള്ളികളൊക്കെ അതിൻ്റെ അകത്തേക്ക് ഇടുക. ചെറിയുള്ളി എത്ര ഇടുന്നോ അത്രയും ഇതിന് ടേസ്റ്റ് കൂട്ടുന്നതാണ്. പിന്നെ അതിൻ്റെ അകത്തേക്ക് നമ്മൾ പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ എക്സാക്റ്റ് പേരും കാര്യങ്ങളൊന്നും അറിയില്ല, നമുക്ക് മസാല കൊഴുക്കട്ട എന്ന് പറയാം കേട്ടോ. പിന്നെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നമുക്കിതിന് തേങ്ങയും കൂടെ ആവശ്യമുണ്ട്. തേങ്ങേൻ്റെ അകത്തേക്ക് നമ്മൾ പെരിഞ്ചീരകം കൂടെ ഇട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ വഴറ്റി വെച്ച് ഉള്ളി നന്നായി വഴറ്റി വന്നതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നമ്മൾ തക്കാളിയും കൂടെ ആഡ് ചെയ്തെടുക്കുക. തക്കാളിയും കൂടെ ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. പിന്നെ നമ്മൾ അരച്ച് വെച്ച് തേങ്ങ അരപ്പ് അതിൻ്റെ അകത്തേക്ക് ചേർക്കുക. കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യുക കേട്ടോ. മസാല ഒന്ന് കുറച്ചൊരു വെള്ളത്തിൽ വേണം. അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് കൊഴുക്കട്ട ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് ഈ മസാലേൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. നല്ല രീതിക്ക് മിക്സ് ചെയ്യുമ്പോഴാണ് ആ ടേസ്റ്റ് വരുന്നത്. പിന്നെ ഒന്ന് ചെറുതായി വറ്റിയതിന് ശേഷം നമുക്കിത് എടുത്ത് വെക്കാം. അപ്പോൾ നമുക്കൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കൊഴുക്കട്ട കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ.